റോമർ അധ്യായം 3. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? അല്ല, പരിശോധനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെയുണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവർ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്നെ ന്യായവിസ്താരം ചെയ്യിപ്പാനും എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവം സത്യവാൻ. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസ്തുതമാക്കുന്നുവെങ്കിൽ നാം എന്ത് പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യരീതി പറയുന്നു, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിന്റെ സത്യം എന്റെ ബോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായെങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? നല്ലത് വരേണ്ടതിന് തീയതി ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ച് പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമല്ല. യഹൂദന്മാരും യമനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാവുന്നതെന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവർ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവർ വഴികളിലുണ്ട്. സമാധാന മാർഗ്ഗം അവർ അറിഞ്ഞിട്ടില്ല. അവർ ദൃഷ്ടിയെ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ. ന്യായപ്രമാണം പറയുന്നില്ല, ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നതെന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്ധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴും ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസമുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരെ സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നതിനെ നീതീകരിക്കുന്നവനാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസ മാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നതെന്ന് നാം അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതേ, ജാതികളുടെയും ദൈവമാവുന്നു. ദൈവം ഏകനല്ലോ? അവൻ വിശ്വാസം മൂലം പരിശോധനക്കാരെയും വിശ്വാസാൽ അഗ്രചർമ്മികളെ നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നു.